അൺലിമിറ്റഡ് 5G ഡാറ്റ ഉപയോഗിക്കുന്നവരും 5Gയിലൂടെ എന്തെങ്കിലും വേഗത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് കരുതുന്നവരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇടയിൽ 4G കണക്റ്റായി വരിക എന്നുള്ളത്. അതായത് നിലവിൽ 5Gയിലായിരിക്കും നെറ്റ്വർക്ക് ഉണ്ടാവുക, പെട്ടെന്ന് 4Gയിലേക്ക് കണക്റ്റ് ആവും. അപ്പോഴുള്ള പ്രശ്നം ഇൻ്റർനെറ്റിൻ്റെ വേഗത കുറയും. അതുപോലെ തന്നെ ഡെയിലി 1.5 GB 2 GB ഒക്കെ ആയിരിക്കും നമ്മുടെ ഡാറ്റ പ്ലാന്. അതിൽ നിന്ന് നമുക്ക് ഡെയിലി ഡാറ്റ നഷ്ടപ്പെടും. അപ്പോൾ ഇതിനെ തരണം ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിനായിട്ട് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഫോണിനകത്ത് തന്നെ ഈ സെറ്റിംഗ്സ് ഉണ്ട്. എന്നാൽ ചില ഫോണുകളിൽ ഞാൻ പറഞ്ഞു തരുന്ന കോഡിലൂടെ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോകാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഫോണുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം നിങ്ങളുടെ ഫോണിലെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എൻ്റർ ചെയ്യുന്നത് പോലെ കോഡ് എൻ്റർ ചെയ്ത് നോക്കുക. ഈ കോഡ് എൻ്റർ ചെയ്തിട്ടും നിങ്ങൾക്ക് ഓപ്ഷൻ ലഭിക്കുന്നില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഫോണിലെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് *#******** 4636 പിന്നീട് #* ക്ലിക്ക് ചെയ്ത് വീണ്ടും സ്റ്റാർ കൊടുക്കണം. സ്റ്റാർ കൊടുത്ത ഓപ്ഷൻ വരും. അതിനു മുന്നേ ഒന്നുകൂടി നമ്പർ കാണിച്ചു തരാം. *#***4636 കഴിഞ്ഞ് #ആണ് കേട്ടോ തുടക്കത്തിൽ. #* വീണ്ടും സ്റ്റാർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഓപ്ഷനാണ് ലഭിക്കുക. അപ്പോൾ ഇതിൽ ഫോൺ ഇൻഫർമേഷൻ 1, ഫോൺ ഇൻഫർമേഷൻ 2 എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ ഉണ്ട്. അത് രണ്ടും നമ്മുടെ 2 സിമ്മുകളാണ്. അപ്പോൾ ഏത് സിമ്മാണ് 5G ഓൺലി ആക്കേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിൻ്റെ ഇൻഫർമേഷൻ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ഫോൺ ഇൻഫർമേഷൻ 1 തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എനിക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഓൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനുശേഷം എങ്ങനെയാണ് 5G ഓൺലി ആക്കുന്നതെന്ന് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഈ ഓപ്ഷൻ ലഭിക്കാത്തവരുണ്ട്, അവർക്കായിട്ടൊരു ആപ്ലിക്കേഷൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെയാണ് ഉണ്ടാകുക. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഗെറ്റ് 5G ഓൺലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ പരസ്യം ഉണ്ടാകും കേട്ടോ. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജ് ഓപ്പൺ ആകും. ഇതിൻ്റെ താഴെയും നിങ്ങൾക്ക് ഗെറ്റ് 5G ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ അതേ ഓപ്ഷനകത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കും ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. ഇനി കോഡ് അടിച്ചിട്ടായാലും ആപ്ലിക്കേഷനിലൂടെ ആയാലും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ലഭിച്ചാൽ അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ സെറ്റ് പ്രിഫർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇപ്പോൾ എൻ്റെത് NR-LET GSM അതുപോലെ WCDMA എൻ്റെതുള്ളത്. ഇതുപോലെ നമ്മുടെ നെറ്റ്വർക്ക് ടൈപ്പ് എന്തിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഓർത്ത് വെക്കാൻ പറ്റുന്നവർക്ക് പ്രശ്നമല്ല, അല്ലാത്തവർ ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പഴയ നെറ്റ്വർക്കിലേക്ക് തന്നെ തിരിച്ചു വരണ്ടേ. അല്ലെങ്കിൽ ഫുൾ ടൈം 5G മാത്രമേ പ്രവർത്തിക്കുകയുള്ളെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇനി സെറ്റ് പ്രിഫർഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഓപ്ഷൻ്റെ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് പോലെ ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരുപാട് നെറ്റ്വർക്ക് ടൈപ്പ് കിട്ടും. മുകളിലേക്കും താഴേക്കും മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ NR ഓൺലി ഞാൻ സെലക്ട് ചെയ്ത ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് NR ഓൺലി സെലക്ട് ചെയ്യുന്നതോടെ പിന്നീട് നമ്മുടെ ഫോണിൽ 5G മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇതിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഫോൺ 5G ആണെങ്കിൽ മാത്രമേ ഈ NR ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുകയുള്ളൂ. 4G ഫോണിൽ ഈ ഓപ്ഷൻ ലഭിക്കുന്നതല്ല. പിന്നെ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്ത് 5G മാത്രം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് 5G നെറ്റ്വർക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ 4G മാത്രമുള്ള പ്രദേശമാണെങ്കിൽ ഇത് സെറ്റ് ചെയ്തെടുത്താൽ പിന്നെ നിങ്ങളുടെ ഫോണിൽ നെറ്റ്വർക്ക് കണക്റ്റ് ആവില്ല. 5Gയിൽ മാത്രമേ കണക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ 5G ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് 4G കയറി വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഇത് സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ സമയവും 5G ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ നമ്മൾ 5G ഓൺലി ആക്കിയാൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഫോൺ കോൾ വരില്ല. കാരണം 4Gയോ 2Gയോ ആണെങ്കിൽ മാത്രമേ കോൾ വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി മറ്റൊരു നെറ്റ്വർക്കിലേക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കാത്തപ്പോൾ കോൾ വരില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഒരുപാട് മൊബൈൽ ഡാറ്റ വേണ്ട സമയത്ത്, ഇൻ്റർനെറ്റ് വേഗത വേണ്ട സമയത്തൊക്കെ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ NR ഓൺലി ആക്കാം. അത് കഴിഞ്ഞാൽ ഇതേ ഓപ്ഷനിലേക്ക് തന്നെ തിരിച്ചു വരാം. കോഡ് അടിച്ചിട്ടോ ആപ്ലിക്കേഷനിലൂടെ ഇതിലേക്ക് വന്നിട്ട് നമ്മുടെ നെറ്റ്വർക്ക് മുമ്പ് എന്തായിരുന്നോ അതിലേക്ക് തന്നെ കൊടുക്കാം. എനിക്കിപ്പോൾ കാണാതെ അറിയുന്നതുകൊണ്ടാണ്. അറിയില്ലെങ്കിൽ നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടല്ലോ, അതിന് മുമ്പ് നമ്മുടെ നെറ്റ്വർക്ക് എന്തിലായിരുന്നു അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതോടെ നമ്മുടെ മൊബൈൽ ഫോൺ പഴയതുപോലെ തന്നെ ആവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.